നെറ്റ്ഫ്ലിക്സിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കിടു സീരീസ് ആണ് ദ ചെസ്റ്റ്നട്ട് മാൻ. ഡാനിഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. 2021 ഇത് റിലീസ് ആയത്. ഇപ്പോൾ ഇതിന്റെ സെക്കൻഡ് സീസൺ നാളെ, അതായത് മെയ് 7 റിലീസ് ആവുകയാണ്. ഞാൻ ഫസ്റ്റ് സീസൺ വളരെ പണ്ട് തന്നെ കണ്ടതാണ്, പക്ഷെ സെപ്പറേറ്റ് ഒരു റിവ്യൂ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒന്ന് ചെയ്തേക്കാം, ഒന്ന് റെക്കമെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഈ വീഡിയോ ചെയ്യുകയാണ്. കാസ്പർ ബാഫോർഡ്, മിക്കൽ സെറപ്പ് എന്നിവർ ചേർന്നാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സൊറൻ സ്വൈസ്ട്രൈപ്പിന്റെ ദ ചെസ്റ്റ്നട്ട് മാൻ എന്ന പേരിലുള്ള ക്രൈം നോവലിന്റെ ദൃശ്യാവിഷ്കാരം. അപ്പോൾ ഇന്ന് ഈ സീരീസിനെ കുറിച്ച് ഇത് ഒരു സീരിയൽ കില്ലർ ത്രില്ലർ ആണ്. ഒരു പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ എന്നും പറയാം. ഇതിലെ കൊലപാതകങ്ങൾക്കും ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഇടത് കൈ വെട്ടിയ രീതിയിൽ കിടക്കുന്ന മൃതദേഹത്തിന് അരികിലായിട്ട് ചെസ്റ്റ്നട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ പാവ അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപമുള്ള ഒരു പാവ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കിട്ടും. ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്നുള്ള ഒരു കായാണ്, കഴിക്കാൻ പറ്റുന്ന ബ്രൗണിഷ് റെഡ് കളറുള്ള മരത്തിൽ നിന്ന് വരുന്ന ചെറിയൊരു കായാണ്. അതും കൊണ്ട് കമ്പൊക്കെ വെച്ചിട്ട് ഒരു പാവ പോലെ ഒരു ഐറ്റം. കിടിലം കഥയാണ് ഇതിനുള്ളത്. സ്ഥിരം സീരിയൽ കില്ലർ പടങ്ങളുടെ ഒക്കെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും മേക്കിംഗ് സ്ക്രിപ്റ്റ് കൊണ്ടും സീരീസ് ഡിഫറെന്റ് ആവുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നല്ല രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ഞെട്ടിക്കുന്ന അല്ലെങ്കിലും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഡീസന്റ് ആണ്. സോ സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് ചെസ്റ്റ്നട്ട് മാൻ. പെർഫോമൻസും എല്ലാവരുടേതും മികച്ചതാണ്. പ്രത്യേകിച്ച് നായികൻ നയാ ടൂലിനായിട്ട് വരുന്ന ഡാനിക കൂക്കിക്, അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ സപ്പോർട്ടിംഗ് ഇൻവെസ്റ്റിഗേറ്റർ മാർക്ക് ഹെസ് ആയിട്ട് വരുന്ന മിക്കേൽ ബോ ഫോൾസ്ഗാർഡ്, രണ്ടുപേരും കിടു പെർഫോമൻസ് ആണ്. ഇതിൽ അഭിനയിച്ച എല്ലാവരും ആക്ടേഴ്സ് ആയിട്ടല്ല, ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അത്രയ്ക്കും നല്ല പ്രകടനങ്ങളാണുള്ളത്. നല്ല മേക്കിംഗ് ക്വാളിറ്റിയും സീരീസിന്റെ പോസിറ്റീവ് ആണ്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ കൊള്ളാം. ഇവരുടെ ആ ഒരു ലൊക്കേഷന് അപാര ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. മൊത്തത്തിൽ ഒരു ഡാർക്ക് കളർ ടോൺ ആണ് ഇവർ പിടിച്ചേക്കുന്നതും. അത് ഭയങ്കര രസമാണ്. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഈ സീരീസ് കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പേസ് കഥകൾ വേണ്ടവർ, അതുപോലെ നല്ല ആക്ഷൻ ഒക്കെ വേണ്ടവർക്ക് അത്രയ്ക്ക് ചിലപ്പോൾ വർക്കാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ സ്ഥിരം സീരിയൽ കില്ലർ കഥകളുടെ അതേ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഇതിനും അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീഷയൊക്കെ തോന്നും. ഒരുപാട് ക്രൈം ത്രില്ലർ സിനിമകളും സീരീസും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക്. ഞാൻ തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് 2023 മറ്റോ ആണ് ഇത് കണ്ടത്. ചിലപ്പോൾ അന്ന് ഇഷ്ടപ്പെട്ട അത്രയും കിടുവായിട്ട് ഇന്ന് തോന്നണമെന്നൊന്നുമില്ല, എങ്കിലും എന്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സീരീസ് ആണിത്. ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ കഥയിൽ കുറച്ച് ലൂപ്പ് ഹോൾസ്, അതുപോലെ ചില കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ല എന്നൊക്കെ ഒരു ഫീൽ വന്നായിരുന്നു. പക്ഷെ അന്ന് അതിന്റെ സെക്കൻഡ് സീസൺ വരുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അപ്പോൾ പറയാതെ വെച്ച കുറെ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത സീസണിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എന്തായാലും ഇതിന്റെ പുതിയ സീസൺ 7 നാളെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ദ ചെസ്റ്റ്നട്ട് മാൻ ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് അതിന്റെ പേര്. സോ ഇതിൽ അവശേഷിപ്പിച്ച കുറെ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ ഒരു ഡീസന്റ് സൈക്കോളജിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയാണ് ദ ചെസ്റ്റ്നട്ട് മാൻ. എനിക്ക് സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. സോ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഓർക്കുക, ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പോരായ്മകളൊക്കെ സീരീസിനുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാനിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബ്ബിംഗ് അവൈലബിൾ ആണ്. തമിഴ് ഡബ്ബിംഗ് ഒന്നും ഇല്ല. അതുപോലെ 50 മുതൽ 59 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. 18+ ആണ്. കുറച്ച് ബ്രൂട്ടൽ, വയലന്റ്, അതുപോലെ അഡൽട്ട് സീൻസ് ഒക്കെ സീരീസിൽ ഉള്ളത് കൊണ്ട് അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.